അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ന് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോവാണ്, ചെന്നൈ ടു കൊച്ചി. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. 3 മാസങ്ങൾക്ക് ശേഷം നമ്മൾ വീട്ടിലെല്ലാവരും കാണാൻ പോവാണെങ്കിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പൊ 4 മണിക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഞങ്ങൾക്ക് ട്രെയിൻ വന്നിട്ട് 8:45 കുറച്ച് നേരത്തെ അവിടെ പോയി ഇരിക്കാന്ന് വിചാരിച്ചു. കാരണം ബ്ലോക്കിലൊന്നും പെട്ട് വെറുതെ പണി വാങ്ങിക്കണല്ലോ. ഒന്നാമത് ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ റെഡിയായി, ബാഗൊക്കെ പാക്ക് ചെയ്തു, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. കുറച്ച് റീൽസ് ഒക്കെ എടുക്കാനുണ്ടായി, അതൊക്കെ എടുത്തു. അപ്പൊ ഇനി നമുക്ക് വഴിയെ കാണാം. ചേച്ചാ ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്തു ഇറങ്ങാൻ പോകണം. ഞങ്ങൾ ഊട്ടി ഇറങ്ങി. ഇനി 4 ദിവസം കഴിഞ്ഞിട്ട് കാണാം തിരിച്ച്. സ്റ്റേഷനിലെത്തി. ഇപ്പൊ ട്രെയിൻ വരാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ലാസ്റ്റ് തീരുമാനിച്ചിട്ട് 22:63 അതാണ് ഞങ്ങളുടെ ട്രെയിൻ. അതാണ് ഞങ്ങളുടെ ട്രെയിൻ വന്ന് കിടക്കുന്നുണ്ട്. പക്ഷെ കേറാൻ നിർവാഹമില്ല, അവിടെ ലോക്ക്ഡാണ്. ഞങ്ങളിങ്ങനെ ട്രെയിനിനുള്ളിൽ കയറി ഗൈസ്. ഇനി ഞങ്ങൾ സീറ്റ് കണ്ടുപിടിക്കട്ടെ. ഞങ്ങളങ്ങനെ ട്രെയിനിൽ കയറി. പുറകില് ഒരാളിരിക്കുന്ന കണ്ടു, അതാണ് ഞങ്ങളുടെ അങ്ങനെ ഞങ്ങൾ തിരിച്ച് കേരളത്തിൽ കാര്യമായിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പത്തേക്ക് ഞങ്ങളുടെ അച്ഛൻ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങളുടെ റൂമിലാണ് ഇപ്പൊ ഞാനുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ വന്നില്ലേ, കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കില്ലേ എന്നോ കൊറേ നാള് കൂടി കുളിക്കണ പോലെ. കാരണം തമിഴ്നാട്ടിലെ വെള്ളം എന്ന് പറഞ്ഞാൽ ബോർവിൽ വെള്ളമാണ്. നമ്മുടെ ഇവിടെ അങ്ങനെയല്ലല്ലോ. പക്ഷെ അതിനൊരു ഉപ്പിന്റെ ഒരു ഇതുണ്ടല്ലോ. കാരണം മുടിയൊക്കെ ഭയങ്കര ഡാമേജ് ആയി, നല്ല ഹെയർ ഫോളും ആയിരുന്നു. ഇവിടെ വന്ന് നല്ല ഒരു നമ്മളാ വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേക ഒരു സന്തോഷം. അപ്പൊ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇഡ്ഡലി സാമ്പാറുണ്ട്, അത് കഴിക്കണം. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാഡിനോട് ഇഡ്ഡലി സാമ്പാർ മതിയെന്ന്. അപ്പൊ അത് കാരണം ഇഡ്ഡലി സാമ്പാറും കഴിക്കണം, ചായ കുടിക്കണം. നമ്മുടെ മിൽമയുടെ വെച്ചിട്ടുള്ള ചായ. അവിടെ വേറെ ഏതൊക്കെയോ ബ്രാൻഡിന്റെ പാലായിരുന്നു. കെവിൻസിന്റെ ഒക്കെ പാല് വെച്ചിട്ടാണ് ഞാൻ ചായ ഉണ്ടാക്കണമായിരുന്നു. അപ്പൊ ഇന്ന് മിൽമയുടെ പാല് വെച്ചിട്ട് ചായ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. ഞങ്ങൾ അങ്ങനെ അതേ ഫ്രഷ് ഒക്കെ ആയിട്ട് ഇനി വീട്ടിൽ പോകാൻ പോണേ. ഉച്ചയായി. അപ്പൊ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വീട്ടിൽ പോണേന്. ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് എല്ലാവരുടെയും എന്നെ കണ്ടപ്പോഴുള്ള ഒരു എക്സ്പ്രഷൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. കാരണം ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ടായില്ല. ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴാണ് പിന്നെ ക്യാമറ ഓൺ ചെയ്തത്. എനിക്കൊക്കെ ഇഷ്ടമുള്ള തേങ്ങാരച്ചറി, കക്കരച്ചറി, കേരക്കറി, മൈ ഫേവറേറ്റ്, ചാള വറുത്തത്, കൂർക്ക, സ്പെഷ്യൽ കരിമീൻ ഫ്രൈ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. കുറേ നാള് കൂടി നല്ല കറി കൂട്ടി നല്ല ചോറ് കഴിച്ച് വയറ് നിറച്ച് മൂക്കുമുട്ടയെ തിന്നൂന്നറിയില്ല അതുപോലെ തിന്നു. കാരണം അത് കഴിഞ്ഞിട്ട് തിന്നിട്ട് ഇരിക്കാനും കിടക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുപോലെ കഴിച്ചിട്ടുണ്ട് ഫുഡ്. കാരണം കുറേ നാള് കഴിഞ്ഞിട്ട് കഴിക്കണമല്ലോ ഈ നല്ല ടേസ്റ്റ് ആയ ഫുഡൊക്കെ. മറ്റേത് എന്റെ അവിഞ്ഞ കറിയെ കൂട്ടി ഞാൻ തന്നെ കഴിക്കണ അവസ്ഥയായിരുന്നല്ലോ. ഇത് കുറേ വെറൈറ്റികളായ കറിയൊക്കെ കൂട്ടി കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്റെ മുടീന്റെ ഹെയറിലേക്ക് ഇറങ്ങി. രമണയമ്മ എനിക്ക് മുടിയൊക്കെ ചിക്കി ജടയൊക്കെ കളഞ്ഞ് കെട്ടി തന്നെയാണ്. എന്റെ ഹെയർ ശരിക്കും ഡാമേജ് ആയിരുന്നു. സ്മൂത്തനിങ് കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് രമണയമ്മ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പുളിയിഞ്ചി ഉണ്ടാക്കാണ്. അമ്മതേ സ്പെഷ്യൽ പഴംപൊരിയില്ലേ. ഒരാള് പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഒരാൾ അവിടുത്തെ എന്താണ് പുളിയിഞ്ചി ഇളക്കുന്നത്. ചെടി കളക്ഷൻസ് ആണ് ഗൈസ്. കൃഷിത്തോട്ടം എല്ലാം മണി പ്ലാന്റ്സ് ആണ്. കണ്ടോ, എല്ലാം മണി പ്ലാന്റ്സ് ആണ്. ഫ്രണ്ടിലുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടാ. അങ്ങ് ദൂരെ ഒരു ഷീറ്റിട്ട വീടുണ്ടോ, അതാണ് ഞങ്ങളുടെ തറവാട്. ഇപ്പൊ അവിടെ ആരും ഇല്ലാട്ടാ. ഇപ്പൊ അതൊക്കെ കൊടുത്ത് ഞങ്ങള് വേറെ വേറെ വീടായി. അപ്പൊ ഞങ്ങളിപ്പോ എപ്പോഴും പറയും ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണ് അത് വിറ്റെങ്കിൽ നമ്മളിപ്പോ കോടീശ്വരന്മാരാണെന്ന്. കാരണം ഇപ്പൊ ആ വീടിനൊക്കെ എന്ത് വിലയാണെന്ന് അറിയോ സെന്റിന്. ഇത് ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്.
മതല് നിറച്ച് ചിരിക്കും. എന്തോ ഹായ് ഇങ്ങോട്ടാ ഹൈഫൈ ഹൈഫൈ ഹൈഫൈ. ആ കയ്യില് തല്ലിയ വാവാ. നമുക്ക് അവനെ ഇരുട്ടത്ത് ചോറ് കൊടുത്തിട്ടെ വെട്ടത്ത് ചോറ് കൊടുത്തിട്ട് ഇരുട്ടത്ത് കിടത്താട്ടാ. എന്ത് ചെയ്യാം? എന്താ ചെയ്യാൻ പോണ? ആ ഈ വെട്ടത്ത് ചോറ് കൊടുത്തിട്ട് ഇരുട്ടത്ത് കിടത്താ. എങ്ങനെ ചെയ്യണം? ആ ചായ കുടിച്ചാ? ചായ കുടിച്ചാ? പാല് കുടിച്ചാ? കുടിച്ചാ? ഞാൻ ചോദിക്കണ തിരിച്ചു ചോദിക്കണ എന്നോട്. ചായ കുടിച്ചാ? ചായ കുടിച്ചാ? ഇത് ഞങ്ങളുടെ വീണ്ടും മണി താമസിക്കണ വാവേട്ട. അപ്പൊ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിട്ട് അമ്മ പഴംപൊരിയും ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായി. ഇനി ഞാനത് കഴിക്കട്ടെ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെയും ടാറ്റ ബൈ ബൈ, സീ യു.